ഫുട്ബോൾ കൾച്ചർ എന്ന സാധനം അവിടെ ഇല്ല. സോക്കർ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ട് ആരെങ്കിലും ഫുട്ബോൾ വേൾഡ് കപ്പ് വെക്കുമോ? ഇത് ലൈക്ക് ഹിസ്റ്ററിയിലെ ഏറ്റവും വൃത്തികെട്ട വേൾഡ് കപ്പ് ആയിരിക്കും. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 22 കട്ടൻ ചായ ഡബിൾ ഡബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 22ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു ലൈവ് എപ്പിസോഡിൽ എഗെയിൻ ആദ്യമായിട്ട് ചാനൽ ആദ്യമായിട്ട് ചാനൽ ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറേ ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സ് ആവാം, മേ ബി ഫിലോസഫി ആവാം, മേ ബി ഹൈപ്പോത്തറ്റിക്കൽസ് ആവാം, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകളിൽ നമ്മുടെ തോട്ട്സും ഒപ്പീനിയനും ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ പോഡ്കാസ്റ്റാണ്. സോ 2026 വേൾഡ് കപ്പ് കുറേ ആൾക്കാർ പറയുന്നത് വൺ ഓഫ് ദി വേഴ്സ്റ്റ് വേൾഡ് കപ്പ് ഇൻ ഹിസ്റ്ററി ആവുമെന്ന് പറയുന്നുണ്ട്. ബട്ട് US കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവർ കിട്ടിയൊരു വേൾഡ് കപ്പാണ്. കാരണം US 250ാമത്തെ ആനിവേഴ്സറി ആണ് ഈ വർഷം. വേൾഡ് കപ്പ് ഈ വർഷമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വർഷമാണ് US വേണ്ടി. പക്ഷേ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഇനാഗ്രേഷൻ സോങ് കഴിഞ്ഞപ്പോഴാണെങ്കിലും കുറേ പേര് പറയുന്നത് അത് ഖത്തർ ആ ഒരു സംഭവം എനിക്കൊന്ന് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡാണ് വെച്ചേക്കുന്നത്. കാര്യം അവർ നടത്തിയത് വേറെ ലെവലിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ് സംഭവം. പിന്നെ ലോഗോയ്ക്ക് ക്രിറ്റിസിസം വരുന്നുണ്ട്, ഇതാണോ ലോഗോ. പിന്നെ എന്താ പറയുന്നത്, മ്യൂസിക്, ഒഫീഷ്യൽ മ്യൂസിക്, ഇതെന്തത് നാഷണൽ എന്താണോ വെച്ചത്, അത് മാറ്റിയൊന്നും എനിക്കറിയത്തില്ല. അത് മാറ്റിയത് ഇപ്പോൾ അത് തന്നെയാണ് ഒഫീഷ്യൽ സോങ്. കുറേ സോങ്സ് ഉണ്ട്, പക്ഷേ അത് മറ്റേത് ഒഫീഷ്യൽ അല്ലായിരുന്നു, മറ്റേത് US ഒഫീഷ്യലായിരുന്നു. അപ്പം അങ്ങനെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി എന്താ പറയുന്നത്, നമ്മൾ ഇച്ചിരുമ്പോൾ പറയുന്നത് വേൾഡ് കപ്പിൻ്റെ ഒരു നല്ലത് പറയുന്ന ഒരു എപ്പിസോഡ് വെച്ചിരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ എന്തുകൊണ്ട് ഷോകാവാൻ സാധ്യതയുണ്ടെന്ന് സംസാരിക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ അതിൽ ഷൈനോക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? എന്തൊക്കെയായിരിക്കും ഈ വേൾഡ് കപ്പ് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ? പിന്നെ ഞാനാണെങ്കിൽ ഇത് പണ്ട് ഒരിക്കലും പറഞ്ഞാന്ന് തോന്നുന്നത് ഇത് ലൈക്ക് ഹിസ്റ്ററിയിലെ ഏറ്റവും വൃത്തികെട്ട വേൾഡ് കപ്പ് ആയിരിക്കും എന്ന്. 1-2 മാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്ന് വാർ തുടങ്ങിയ സമയമായിരുന്നു. ഇപ്പോൾ വാർ തീർന്നെന്നൊക്കെ പറയുന്നു. പക്ഷേ കുറേ കുഴപ്പങ്ങളുള്ളത് കാരണം ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫുള്ള് ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ പകുതിയുള്ളവരെ ഇങ്ങോട്ട് കയറ്റുന്നില്ല. US ഒട്ടുമില്ല. എനിക്കും നമ്മുടെ കാനഡയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കാനഡയിലും കുറേ പേരെ ഒന്നും കയറ്റുന്നില്ല ഇങ്ങോട്ട്, ഇമിഗ്രേഷൻ്റെ കുഴപ്പം കാരണം. മെക്സിക്കോ പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ടിക്കറ്റ് പ്രൈസസ് ഞാനാണെങ്കിൽ ഇന്ന് വെറുതെ ഒരു കളി, ഇവിടെയുള്ള ഏതൊരു കളി എടുക്കാൻ പറ്റും നോക്കി. നമ്മുടെ ഇന്നത്തെ കളി ഉണ്ടായിരുന്നല്ലോ, കാനഡയുടെയും മറ്റായിരുന്നു ബോസ്നിയയുടെയും കളി ഉണ്ടായിരുന്നു. അത് ഒന്നിനും കൊള്ളാത്ത 2 ടീംസാണ്. അവരുടെ ടിക്കറ്റ് $3000. പിന്നെ ഞാൻ വേറൊരു കളി നോക്കി, പോർച്ചുഗലിൻ്റെ ഒരു കളി, അതിന് $2200. ഇത്തരം കാശ് കൊടുത്ത് ആരാ കാണാൻ പോകുന്നത് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇതെന്തായാലും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു വേൾഡ് കപ്പ് അല്ല ഇത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഖത്തറിലെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പ്രൈസ് $150-200 ആയിരുന്നു. അവിടുന്ന് നമ്മൾ 2000-3000, ഫൈനലിനൊക്കെ ആണെങ്കിൽ $25000-$50000. ഇതൊക്കെ ആരാ കാണാൻ പോകുന്നത്? ആർക്ക് വേണ്ടിയിട്ട് ഈ വേൾഡ് കപ്പിൽ വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലും പോട്ടെ, ഖത്തറിന് അത്രയും പോലും ഇല്ല. ഖത്തറിൻ്റെ അത്രയൊന്നും ഇല്ല. സീനായിരുന്നു. നമ്മൾ പക്ഷേ ഖത്തറിനെ ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ US ആണെങ്കിലും എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു അത് ഏറ്റവും വൃത്തിയായിട്ട് വേൾഡ് കപ്പ് ആയിരിക്കും, അവർക്ക് ഹോസ്പിറ്റാലിറ്റി ഇല്ല, ഇതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ റഷ്യ നടന്നപ്പോൾ അത് തന്നെ പറഞ്ഞത്, റഷ്യയിൽ അവർ പോരാ, അവർക്ക് ഒന്നുമില്ല. പക്ഷെ അതൊക്കെ ഖത്തറിലായിരുന്നു ലൈക്ക് ഏറ്റവും നല്ല വേൾഡ് കപ്പ് ഇതുവരെ നടന്നതിൽ. ഈവൻ പ്ലേയേഴ്സിനാണെങ്കിൽ അധികം ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല ഖത്തറിൽ. സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ അടുത്ത അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇവർക്ക് ഒത്തിരി ട്രാവൽ ചെയ്യാനുണ്ടോ? അത് കാര്യം ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവലിങ്ങിന് സിസ്റ്റം വേണ്ടേ? പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഉണ്ടോ? മെട്രോ ഇല്ല, ട്രെയിൻ ഇല്ല, ബസ് ഇല്ല. കളി കാണാൻ വരുന്നവരുടെ കാര്യം ഇവിടെ ഖത്തറിൽ എനിക്കൊന്ന് എവിടോ മെട്രോയും കാര്യങ്ങളൊക്കെ ഫ്രീ ഒക്കെ ആയിരുന്നു. ഇവിടെ റോഡിന്റെ അവസ്ഥ നമുക്കറിയാലോ. US എന്ന് പറഞ്ഞാൽ അവർ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ടിക്കറ്റ് പ്രൈസ് കൂട്ടി. വേൾഡ് കപ്പിൽ കാണാൻ വരുന്നവർക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ബസ് പ്രൈസസ് അവർ $100-200 എന്നാണ്ട് കൂട്ടി. അതൊക്കെ നല്ലച്ചു നോക്കണം. And this is what everyone is talking about right now, not just game tickets, but the price of getting there. Well, right now, sources tell CBS News New York a round trip on NJ Transit from Penn Station to MetLife Stadium could be over $100. Getting there won't be easy. No parking at the stadium, no walking. So your options are mass transit, ride shares, or paying around $225 to park at the American Dream Mall. എന്ത് ശോകമാണ് ആൾക്കാരെ. സൊമാലിയിലെ റെഫറിക്ക് ഇത് വിസ റിജക്ട് ചെയ്തു. അത് പുള്ളിയെ 11 മണിക്കൂറൂടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കയറ്റിയില്ല. പുള്ളിയാണെങ്കിൽ എന്തോ ആഫ്രിക്കയിലെ നമ്പർ 1 ഗോൾ റെഫറി ആയിരുന്നു. ആഫ്രിക്കയിലെ ബെസ്റ്റ് റെഫറിക്കുള്ള അവാർഡ് നേടിയിട്ട് വന്ന പുള്ളിയാണ്. പുള്ളി ഒഫീഷ്യൽ ഫിഫയുടെ റെഫറിയാണ്. പുള്ളിയെ തിരിച്ചു വിട്ടു. നമ്മുടെ തോമസ് പാർട്ടെ വേൾഡ് ക്ലാസ് പ്ലെയറാണ്. പുള്ളിയെ കാനഡയിലോട്ട് കയറ്റിയില്ല. കാരണം പറഞ്ഞെന്താ? കാരണം പുള്ളി റേപ്പിസ്റ്റ് ആണ്. ഇങ്ങനെയാണെങ്കിൽ പലരെയും രാജ്യത്തോട്ട് കയറ്റാൻ പറ്റൂല. ഇവിടെ അല്ല, അത് US കയറ്റാണ്ടിരുന്നത്.
അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ വേറെ ഇറാഖിന്റെ ലീഡിങ് സ്ട്രൈക്കറിനെ എന്തോ തിരിച്ചു വിട്ടെന്ന് പറയണ്ടായിരുന്നു. ഇറാഖിലെ ലീഡിങ് സ്ട്രൈക്കറിനെ അവര് കയറ്റിയില്ല എന്ന് പറയണം ഇങ്ങോട്ട്. അതും എന്തോ പ്രശ്നം പോലെയാ. ഇറാൻ നാഷണൽ ടീമിന് കളിക്കാം, പക്ഷെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. കളി കഴിഞ്ഞാൽ ഇറങ്ങണം, രാജ്യത്തു നിന്ന് ഇറങ്ങണം. അവരുടെ ഒപ്പമുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള കുറെ പേരെ കയറ്റിയില്ല. കുറെ പേരുടെയൊക്കെ ഷൂ വരെ ഊരി നോക്കിയത്. അത് കുറെ ആഫ്രിക്കൻ രാജ്യത്തുനിന്നുള്ളവരെയൊക്കെ നിർത്തി ഫുള്ള് ചെക്ക് ചെയ്ത് കുറെ മണിക്കൂറുകൾ നിർത്തി ചെക്ക് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട കേട്ടുന്നത്. അങ്ങനെയൊക്കെയാണ്. ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നടത്തായിരുന്നാൽ പോരായിരുന്നു. കാരണം ഇത്രയും കാലം വേറെ പല രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട്, വേൾഡ് കപ്പ് നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഇവർ ഇത്ര ഇതായിട്ടാണെങ്കിൽ ഇവർക്ക് നടത്തായിരുന്നാൽ പോരായിരുന്നു. എന്തിനാ വെറുതെ ഇത്ര ഷോക്കൊക്കെ? കാരണം ഇപ്പം മൊത്തത്തിൽ ഭയങ്കര ഷോക്കായിട്ടിരിക്കുന്ന സമയമാണ്. വേൾഡ് കപ്പ് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. ആ സാധനത്തിന് അവർ ഇങ്ങനെ ആക്കുവാണെങ്കിൽ അതിന് മുമ്പ് അത് ഈ രാജ്യം നടത്തായിരുന്നതായിരുന്നു. USA ഇതിനൊന്നും പറ്റി. കാരണം അവിടെ ഒരു കൾച്ചറില്ല, ഒരു ഫുട്ബോൾ കൾച്ചർ എന്നൊരു സാധനം അവിടെ ഇല്ല. അങ്ങനെ പാടില്ലായിരുന്നു. വേൾഡ് കപ്പ് ഹോസ്റ്റ് മറ്റേ ഇതിൽ തന്നെ മെയിനായിട്ട് എഴുതിയിരിക്കുന്ന ഫുട്ബോളിന്ന്. പക്ഷെ നമ്മളിവിടെയൊക്കെ സോക്കർ എന്ന് പറയുന്നത്. സോക്കർ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ട് ആരെങ്കിലും ഫുട്ബോൾ വേൾഡ് കപ്പ് വെക്കുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ പറയുന്നത്. അതുപോലും അവർക്ക് അറിയില്ല. അങ്ങനെ അത്രയും കൾച്ചറും ഇല്ലാത്ത ഫുട്ബോൾ കൾച്ചറൊന്നും ഇല്ല കാനഡയിലൊന്നും. ഫുട്ബോൾ വെറും സോക്കർ എന്ന് പറയുന്നത്, പക്ഷേ ഫുട്ബോൾ കൾച്ചറൊന്നും ഇല്ല കാനഡയ്ക്ക്. ഇവിടെ പിന്നെ കുറച്ചേലുണ്ടെന്ന് പറയാം. US ഫുട്ബോൾ എന്താണെന്ന് മര്യാദ ബോൾ ഇട്ട് കൊടുത്ത് തട്ടം പോലും അറിയാം. US ഉണ്ടല്ലോ MLS ഉണ്ടല്ലോ. മറ്റേ US ഇപ്പൊ ഫുട്ബോൾ കൾച്ചർ വന്നു തുടങ്ങി. കാര്യം മെസ്സി അവിടെ വന്നു. അതാ പറഞ്ഞു MLS ഉണ്ട് അതുകൊണ്ട് അവിടെ. പക്ഷേ കാനഡയ്ക്ക് അതുപോലും ഇല്ലാന്ന് എനിക്ക് കാനഡയ്ക്ക് ടൊറന്റോ ഉണ്ട്, MLS കാനഡയും. അതാ പറഞ്ഞു ടൊറന്റോ FC ഉണ്ട്, വേറെ ഒന്നും. വാൻകൂവർ FC ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ടൊറന്റോ സിറ്റി ആണെങ്കിലും അത് അവരുടെ ആ റോഡ് റെഡിയാക്കുമോന്ന് എനിക്ക് തോന്നുന്നില്ല റെഡിയായെന്ന്. കാര്യം കൺസ്ട്രക്ഷൻ അന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും എനിക്ക് തോന്നുന്ന ടൊറന്റോയിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു. ടൊറന്റോ പോയിട്ട് ബ്ലോക്ക് ആവും. ഇപ്പോൾ വേൾഡ് കപ്പ് കാരണം അവിടെ പാസ് റെഡിയാക്കിയിട്ടുണ്ട്. ഡെയിലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആ പാസ് ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ചെക്കില്ലാതെ കടന്നു പോകാം. ഇല്ലെങ്കിൽ വേൾഡ് കപ്പ് നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് കടക്കണമെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് വേണം. അല്ല, ഈവൻ അവിടുത്തെ ആ സീറ്റ് പണിത് വെച്ചേക്കുന്നതിനെ കുറെ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ അതിലിങ്ങനെ പിടിച്ച് കുലുക്കിയൊക്കെ നോക്കി. ഇതിപ്പോൾ കുലുങ്ങ് വീഡിയോ ഇല്ല, അത് ഫോമാന്ന് കണ്ട്. പക്ഷെ ആൾക്കാർ അതിന് അടി കൂടെ പോയപ്പോഴേ അവർ നോക്കി കുറച്ച് പൈപ്പൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തൊക്കെ വെച്ചേക്കും. അപ്പോൾ ആൾക്കാർ പിടിച്ച് കുലുക്കിയൊക്കെ നോക്കി. ഇതെങ്ങനെ ഇനി മറിഞ്ഞ് വീഡിയോ. ഇന്നത്തെ കളിക്കാത്തുണ്ടായിരുന്നു, ഇന്ന് കാനഡ കളിക്കാത്തുണ്ടായിരുന്നു. അവിടെ ഫുള്ള് ആൾക്കാർ അത്യാവശ്യം നല്ല ആൾക്കാർ. പക്ഷെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ എന്താന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ പുറത്തുനിന്നുണ്ടോണ്ടാ, അത് ഒരു കവറൊന്നും ഇല്ലാതെ വെച്ചോണ്ടാ. സത്യം പറഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങും അതൊക്കെ തന്നെയാണ്. കുറെ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചേക്കുന്നതാണ് എല്ലാ ബിൽഡിങ്ങും. പക്ഷേ പ്ലേയേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. പ്ലേയേഴ്സിന് എനിക്ക് തോന്നുന്ന ഈ ഒരു സ്റ്റേഡിയവും തൊട്ടടുത്ത് എനിക്ക് തോന്നുന്ന പ്രൈവറ്റ് ജെറ്റ് ഇറങ്ങാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. ആ ഒരു ടൊറന്റോ ഐലൻഡ് നമ്മൾ ചെയ്യേണ്ടവരെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ പ്രൈവറ്റ് ജെറ്റിൽ ഇറങ്ങുന്നു, ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ആ കടൽ കടന്നുണ്ടെങ്കിൽ ഇതിലായി. ഇവർക്ക് ആകെ ഇതുവരെ പറഞ്ഞാൽ ഈ ഇവിടുന്ന് മെക്സിക്കോ, പിന്നെ അവിടുന്ന് US അങ്ങനെ പോകുന്ന കാര്യങ്ങളും. കളിയുണ്ട്, കളിയുണ്ട്. US പല പല രാജ്യം. US വലിയൊരു രാജ്യമല്ലേ, അതും പല പല സ്റ്റേറ്റുകളിൽ. ഒരു സ്റ്റേറ്റ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പിടിച്ചു പോകണം അടുത്ത സ്റ്റേറ്റിലേക്ക്. അത് ഒത്തിരി മണിക്കൂറിന് ട്രാവലൊക്കെ ആയിരിക്കും. അത് ഫാൻസിനാണെങ്കിലും അത് ശോകമായിരിക്കും. എന്തോരം കാശ് കൊടുക്കണം പറഞ്ഞാൽ ടിക്കറ്റിൻ്റെ പൈസ, ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ, സ്റ്റേ ചെയ്യാനുള്ള പൈസ. ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്കറിയാം. നമ്മുടെ ഗ്ലോബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരെ കളി കാണാൻ വരുന്നുണ്ട്. അവർക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നാട്ടിലോട്ട് പോകണമെങ്കിൽ എന്നെ എക്സ്പെൻസ് ടിക്കറ്റ് എടുത്തുകൊണ്ട്. അപ്പോൾ കളി കാണാനായിട്ട് എനിക്കറിയില്ല ഈ US കാനഡയൊക്കെ ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആണോ ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. ആയിരുന്നല്ലേ ഇത് ഇതോടെ മനസ്സിലാവും എന്തായാലും അല്ലെന്നുള്ള കാര്യം. പക്ഷേ ഞാൻ പറയണെങ്കിൽ ഖത്തർ ആ ഏരിയയൊക്കെ അടിപൊളിയായിരിക്കും വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട്. സൗദി ഇതുണ്ട്, ഒരു കൾച്ചറുണ്ട്. രാജ്യത്തിനാണെങ്കിലും ഒരു കൾച്ചറുണ്ട്, ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉണ്ട്. ആൾക്കാർക്ക് പോകാനും ഇത്രയും പ്രശ്നമില്ല. $100-200 ടിക്കറ്റ് കിട്ടും. പിന്നെ ട്രാവൽ ചെയ്യാനുള്ളത് അവിടുത്തെ ചെന്ന് കഴിഞ്ഞുള്ള എക്സ്പെൻസ് ഇത്ര, ഇവിടെ വരുന്ന അത്ര ഒന്നുമില്ല. ഇവിടെ ഫുഡ് പുറത്തിറങ്ങി കഴിക്കണം തന്നെ അറിയാലോ. ഈ വേൾഡ് കപ്പ് ഇതായിട്ട് അവിടെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ അതിലും വില കൂടുതൽ. പ്രത്യേകിച്ച് US അതിനും വില കൂട്ടി. ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ വില കൂട്ടി 10 ടൈംസ് ഒക്കെ ആയിരിക്കും കൂട്ടാൻ പോകുന്നത്. മറ്റേ ഒരു പുള്ളി എനിക്കൊന്ന് പുറത്തുനിന്നും ആൽക്കഹോൾ അങ്ങനെയൊന്നും കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവന്മാർ മറ്റേ നിക്കറിനകത്തൊക്കെ വെച്ചുകൊണ്ട് പോയിട്ട് അതൊക്കെ എടുത്ത് പുറത്ത് കളയാൻ പറയും. പിടിക്കും, അതൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു. ഉറപ്പായിട്ടും പിടിക്കും. ബിയറൊക്കെ, കാരണം ആ ബിയർ മേടിക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന്, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. TTC 3-12 ആക്കിയുള്ള സത്യമാണോ? $12 സത്യമാണോ? $3 ആയാലും 12 ആക്കിയെന്നുള്ള സത്യമാണ്. $3 $12 ആക്കിയെന്നോ? അതിന് വഴി എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ആ പാടെ ഒരു അല്ല US ഓൾറെഡി ചെയ്തു. US ട്രാൻസ്പോർട്ടേഷൻ എനിക്കൊന്ന് നീ പറഞ്ഞ ശരിയാണ്. നമ്മുടെ മറ്റേ മംദാനി മാത്രമേ ഇവിടെ നമ്മുടെ പുള്ളി ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയി. ലൈക്ക് കളിയാണ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ. പിന്നെ പുള്ളി വേറെ സ്റ്റേഡിയത്തിൽ നമുക്ക് വെള്ളം കൊണ്ട് കയറാം. അവിടെ കാശ് കൊടുത്ത് മേടിക്കണ്ട, പുറത്തുനിന്നുള്ള വെള്ളം കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റും.
These 1,000 tickets are going to be split into batches of 150 tickets for each of the 5 group stage matches and 2 knockout round matches in New York, New Jersey, and tickets will cost only $50. And since it is not just ticket costs that make this tournament unaffordable, but the cost of travel as well, we will be providing free round-trip bus transportation to MetLife for those who get a ticket. പുള്ളി മാത്രം അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞു. മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റും എങ്ങനെയൊക്കെ ഉറ്റാവോ അങ്ങനെയൊക്കെ ഉറ്റുന്നുണ്ട്. എന്തോ ടൈപ്പ് കാരണം ഇത്രയും പൈസ ഇറങ്ങുന്നില്ല. ഇപ്പോഴത് തന്നെ മാറ്റിയിട്ടൊന്നുമില്ല. ഫിഫയ്ക്ക് വേണ്ടി അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ബസ്സൊക്കെ മറിച്ചിടും ഇവിടെ. പക്ഷേ ഇവിടെ ആൾക്കാർക്ക് ഇറങ്ങി, അതാണ് ടൊറന്റോയിൽ പൈസ ഉള്ളവർ വന്നാൽ കുഴപ്പമുണ്ടാകത്തില്ല. പൈസ ഇല്ലാത്തവരെ റോട്ടിലേക്ക് ഇറങ്ങാനുള്ളത് എനിക്ക് അറിയത്തില്ല. ഇല്ല പക്ഷേ ഇവിടെ വണ്ടി ഓടിച്ചൊന്നുമല്ല, ആൾക്കാരൊക്കെ മാർച്ച് ചെയ്ത് പോകുന്നു. ഒരു സ്ഥലത്ത് നിന്ന് എല്ലാവരും കൂടെ കൊടിയും പിടിച്ച് മാർച്ചിന്റെ ഇടയ്ക്ക് അത് സേഫ്റ്റി സെക്യൂരിറ്റി അതാണ് പ്രശ്നം. ഫുള്ള് പോലീസൊക്കെ ഉണ്ട്. ഫുള്ള് പോലീസൊക്കെ വന്നിട്ട് ഫുള്ള് നടന്ന് പാട്ടൊക്കെ വിളിച്ച് അത് കാണാൻ നല്ല രസമുണ്ട്. അത് കാണാൻ നല്ലതായിരുന്നു. നല്ല മാനേജ് ആയിരുന്നു കഴിഞ്ഞ കളിയിൽ. ഇന്നത്തെ കളിയിൽ ബോസ്നിയയുടെ ഫാൻസാണെങ്കിലും കാനഡ ഫാൻസാണെങ്കിലും അടിപൊളിയായിരുന്നു. മൊത്തം ഒരു 100, 500, 1000 പേരാണെങ്കിൽ റോഡിൽ കൂടി ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ച് ഫ്ലെയറൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി അത് അടിപൊളിയായിരുന്നു. അത് അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ ഇത്ര ഉള്ളു റോഡ്. ഒരു വിഷയമില്ല. കിങ് സ്ട്രീറ്റ് ഒക്കെ എന്ത് വലുതാ. കിങ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ തൊട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വീതിയുടെ കാര്യം പറഞ്ഞു. അത് ഡൗൺ ടൗൺ ടൊറോണ്ടോയുടെ കാര്യമല്ലേ ഇത്. പക്ഷേ വേറെ വഴിയൊക്കെ ഉണ്ട്. ഒരേ വീതിയൊക്കെ തന്നെ ബിൽഡിംഗ് റോഡിന്റെ സൈഡിൽ വരെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാർക്കിലോട്ട് പോലും. ഇവിടെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞാൽ അറിയാം, നമുക്കൊന്ന് അവിടുന്ന് വീട്ടിലോട്ട് പറഞ്ഞെങ്കിൽ എനിക്കറിയത്തില്ല. ഇവിടെ നമ്മളൊക്കെ വണ്ടി എവിടെ കൊണ്ട് നമ്മൾ ഏതോ ഒരു മറ്റേ എവിടെ സബ്വേടെ കൊണ്ട് അവിടെ വണ്ടി ഇട്ടിട്ട് സബ്വേ കയറിയൊക്കെ പോകുന്നത്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ സബ്വേ പോലും കയറാൻ പറ്റത്തില്ല. ഇത് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പോകണമെന്നുണ്ട്. ഇവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കൾച്ചർ. കാരണം നടക്കാൻ ഇവിടെ പാട്ടൊക്കെ പാടി. രാത്രി കളിയുണ്ടോ? രാത്രി ഉണ്ട് 9 മണി 10 മണിക്ക്. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് മറ്റേ ബിഗ് സ്ക്രീൻ ഉണ്ടാവും. രാത്രി കളി കൊണ്ട് നമുക്ക് പണി കിട്ടും. ഭയങ്കര ടൊറന്റോ ബ്ലോക്ക് ആയി നമുക്ക് നോക്കാം. അത്രയും വെളുപ്പിന് പ്രശ്നമൊന്നുമില്ല ഉണ്ടാവണ്ടല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം. നമ്മുടെ എന്താ പറയുക വേൾഡ് കപ്പിൻ്റെ. അപ്പോൾ അഗൈൻ വേൾഡ് കപ്പ് ഇവിടെ ഉള്ളവർക്ക് ഇതൊരു വൺസ് ഇൻ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. കുറേ വലിയ ആൾക്കാർ നിർത്താൻ പോകുന്ന സമയമാണ്. അതുപോലെ ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് പോയി. എനിക്ക് വേറെ കാര്യം ചോദിക്കുള്ള, ഈ ഫിഫയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫിഫ ഇടപെട്ട് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞുകൂടാ. അതായത് ഇതെല്ലാം ഓൾറെഡി നമ്മൾ അംഗീകരിച്ച പ്ലേയേഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റെഫറിയാണ്, ഇവരെ കയറ്റി വിടണം എന്നുള്ള അവർക്കൊരു സേ ഇല്ല. അവരല്ലേ ഇവർക്ക്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേ പുള്ളിയോട് ചോദിച്ചായിരുന്നു, ഇൻഫന്റീനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞ് ഞാൻ കണ്ടു രാജ്യത്തിന്റെ ഇതാ. പക്ഷെ അത് നമുക്ക് Of course, it is unfortunate as well what happened to Omar, the referee from Somalia. But again, we don't control everything. But then we need to respect that we are not the kings of the world who can rule over governments and police forces and I don't know what. We are a sports organization. We try to do our best with the means that we have. അത് വെച്ച് എന്തെങ്കിലും നാം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവർ കാരണമല്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ബോംബ് പൊട്ടു ഒരു എന്തെങ്കിലുമൊക്കെ സംഭവം നടന്ന ഓൾറെഡി പൊട്ടി. ലണ്ടന്റെ ഹോട്ടലിന്റെ അവിടെ വെടിവെപ്പൊക്കെ നടന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫിഫയുടെ പിന്നെ ഇത് പോലും പിന്നെ അവിടെ പോയിട്ട് പരിപാടി അവതരിപ്പിക്കാൻ പോലും അതൊരു പ്രശ്നമാവും. അപ്പം അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും വെക്കരുത്. അമേരിക്ക വെക്കരുത്, പ്രത്യേകിച്ച് അമേരിക്ക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണെങ്കിൽ വേറെ ആരെ കണ്ടുകൂടാ. ഒറ്റയ്ക്ക് എങ്ങനെ യുകെയുടെ കാര്യം പറയുകയാണെങ്കിൽ യുകെയും കൾച്ചർ വൈസ് ഭയങ്കര ഷോക്കാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടേ കളി വെക്കും. കാരണം അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവാൾ. ഫുട്ബോൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൾച്ചർ ഭയങ്കര വേറെ ആൾക്കാരെ കണ്ടുപിടിക്കും. പക്ഷെ ഫുട്ബോളിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ എന്തായാലും സ്വന്തം ആൾക്കാരെ പോലെ കാണുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ രാജ്യക്കാരൊന്നും കണ്ടുകൂടാ. അവർക്ക് വെള്ളക്കാർ മാത്രം മതി, വേറെ ആരും വേണ്ട. അങ്ങനത്തെ രാജ്യം ഇത്. അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നു, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ ആൾക്കാർക്ക് പക്ഷേ ഫുട്ബോൾ ഫാൻസിനൊക്കെ ഭയങ്കര ഷോക്കാണ്. അവിടുത്തെ ഫുട്ബോൾ ഫാൻസൊക്കെ കുറേ കാത്തിരുന്നായിരിക്കും ഒരു വേൾഡ് കപ്പ് എടുത്തിയത്. അപ്പോൾ ഇത്രയും വൃത്തിയിട്ട് വേൾഡ് കപ്പ് ആയപ്പോൾ അവർക്ക് ഷോക്കായിരിക്കും. എന്തായാലും കണ്ടറിയാം വേൾഡ് കപ്പ് തീരുമ്പോഴത്തേനും എവിടെ എത്തുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് കേസ്. അപ്പോൾ എഗെയിൻ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞറിയിക്കുക. എന്തെങ്കിലും എഗ്രിയിങ് അല്ലെങ്കിൽ ഡിസഗ്രിയിങ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ പറയുവാണെങ്കിൽ നമുക്കും സമയത്തിനൊപ്പം അത് ഇവോൾവ് ചെയ്ത് ചെറുപടി ബെറ്റർ ആക്കാൻ പറ്റും. ദാറ്റ് ബീയിങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ നിങ്ങൾ കണ്ട ഈ ഒരു ക്ലിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ബൈ ദ വേ എനിക്കൊന്ന് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫുൾ വീഡിയോ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് ആ ഒരു ഫുൾ ലൈവ് കാണണമെങ്കിൽ അത് കാണാം. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റിൻ്റെ നമ്മൾ അൺകട്ടായിട്ട് ലൈവാണ് പോകുന്നത് എല്ലാ ഫ്രൈഡേയിലും. സോ അത് കണ്ടവർക്ക് അവിടെ കാണാം. അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്താ ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയുള്ള സംഭവം പറയുവാണെങ്കിൽ നമുക്ക് ഒബിയസ്ലി സമയത്തിനൊപ്പം അത് ബെറ്റർ ആക്കാൻ പറ്റും. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.